ചെയ്യുന്ന ടെക്സ്റ്റ് ഇൻപുട്ട്. ഉദാഹരണത്തിന് പാസ്വേഡ് യൂസർ നെയിമൊക്കെ അടിക്കുന്നതാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് EditText ആണ്. EditText മച്ച് പാരൻറ്റ് റാപ്പ് കണ്ടൻറ്റ് കൊടുത്തു. ഒരു ടെക്സ്റ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ എങ്ങനെ കാണുന്നത് നമുക്ക് കാണിക്കാം. അതുകൊണ്ട് ടെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ഇങ്ങനെ കാണിക്കും. ഇനിയിപ്പോൾ ഒരു പാസ്വേഡ് അടിക്കുന്നതിന് മുന്നേ നമുക്കൊരു യൂസർ നെയിം എന്നൊക്കെ അല്ലെങ്കിൽ പാസ്വേഡ് ആണെങ്കിൽ ഈ പാസ്വേഡ് എന്നൊക്കെ എഴുതി കാണിക്കുമല്ലോ, ഒരു ഇൻഡേറ്റ്. അപ്പോൾ നമുക്കത് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ആൻഡ്രോയിഡ് ഹിൻഡ് എന്നുള്ള അടിക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഹിൻഡ് ചെയ്ത് വരേണ്ടത്, എൻ്റർ നെയിം എന്നാണെങ്കിൽ, അതായത് ഇതിപ്പോൾ ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി ഇത് റിമൂവ് ആയാണ്ട് നമുക്ക് അടിക്കാൻ കീബോർഡ് വരും. റൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടീസും ടെക്സ്റ്റ് വ്യൂവിലൊക്കെ പോലെ തന്നെയാണ്. ടെക്സ്റ്റ് സ്റ്റൈലാണെങ്കിലും സൈസ്, കളറ്, ആൾ ക്യാപ്സ്, അലൈൻമെൻറ്റ് ബാക്കിയെല്ലാം നമുക്ക് ടെക്സ്റ്റ് വ്യൂവിൽ പറഞ്ഞ പോലെ തന്നെയാണ്. നോക്കാം. ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെക്ക് ബോക്സ്, ഇപ്പോൾ ഒരു ഫോമൊക്കെ ഫിൽ ചെയ്യുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്, ചെക്ക് മാർക്കിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു വ്യൂ ആയിരിക്കും. ചെക്ക് റാപ്പ് കണ്ടൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെക്ക് ചെയ്യും. ഇതിനുള്ളിൽ നമ്മൾ ടിക്ക് ഇടുന്ന ഒരു വ്യൂ ആണ്. നമുക്ക് അത് ടിക്കറ്റ് കാണിക്കുന്നത് ചെക്കഡ് ട്രൂ ആക്കി കൊടുക്കുന്നത്. ഈ വ്യൂ ചെക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ചെക്ക് ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മളിങ്ങനെയാണ് പ്രോഗ്രാമാറ്റിക്കലി ആഡ് ചെയ്യൽ. ചെക്കഡ് എന്നുള്ളത് ട്രൂ ആക്കി കൊടുത്താൽ മതി. നമുക്കിതിനൊരു നെയിം കൊടുക്കണമെങ്കിൽ ആൻഡ്രോയിഡ് ടൈറ്റിൽ നിന്നുള്ളത് കൊടുത്താൽ മതി. അക്സെപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. അക്സെപ്റ്റ് എന്ന് കൊടുത്തപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു നെയിം കൊടുക്കൽ. എന്താണ് നമുക്ക് എഴുതേണ്ടത്, ഏത് കണ്ടീഷനാണ് അവിടെ എഴുതേണ്ടി വെക്കാണ് അവിടെ എഴുതി വെക്കാം. ചെക്ക് ബോക്സ് ആണ്. നമുക്ക് റേഡിയോ ബട്ടൺ നോക്കാം. ഇതുപോലെ തന്നെ ഉള്ളതാണ് റേഡിയോ ബട്ടൺ. ചെക്ക് ബോക്സ് ആണെങ്കിൽ ഒന്നും കൂടുതൽ ചെക്ക് ബോക്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ടിക്ക് ചെയ്യാം. ഞാൻ ഒന്നും കൂടി ഇതേപോലെ കോപ്പി ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതും ചെക്ക് ചെയ്യാം. റേഡിയോ ബട്ടൺ ആണെങ്കിൽ നമുക്കൊരു 3 വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഫീമെയിൽ, മെയിൽ എന്ന് കാണിക്കുന്ന ഒരു ചെക്ക് ബോക്സ് ആണെങ്കിൽ ഏതെങ്കിലും ഒന്നേ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മെയിലും ഫീമെയിലും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസ് ഞാൻ കാണിക്കാം. അതിന് നമ്മൾ റേഡിയോ ഗ്രൂപ്പ് പറഞ്ഞ സംഭവമുണ്ട്. റേഡിയോ ഗ്രൂപ്പ് പറഞ്ഞൊരു ലേഔട്ട് ഉണ്ട്. ആ ലേഔട്ട് വിളിച്ച് പാരൻ്റ് കൊടുത്ത് കണ്ടൻ്റ് ആയിട്ട് കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന് രണ്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ റേഡിയോ ബട്ടൺ ആഡ് ചെയ്യുന്നത്. റേഡിയോ ബട്ടൺ ആഡ് ചെയ്യാം. കണ്ടൻറ്റ് നമുക്കൊരു റേഡിയോ ബട്ടൺ ആഡ് ചെയ്ത് നമുക്കിതിനൊരു ടൈറ്റിൽ കൊടുക്കാം. മെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഒന്ന് കൊടുക്കുന്നത് ഫീമെയിൽ എന്നുള്ളത് തന്നെ കോപ്പി. ഫീമെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് കൊടുക്കണം. അതൊന്ന് ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്നേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിന്ന് റൺ ചെയ്ത് കാണിച്ചല്ലോ. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ, ഇനിയിപ്പോൾ ഫീമെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മെയിൽ റിമൂവ് ആയിട്ടാണ് ഫീമെയിൽ സെലക്ട് ആവുള്ളൂ. ഇനി അതറാണെങ്കിൽ ഫീമെയിൽ. നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യുന്നത് ഇതിൽ 3 ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചെക്ക് ബോക്സ് അങ്ങനെയല്ലേ, ചെക്ക് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കത് ക്ലോസ് ചെയ്യാൻ. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ബട്ടൺസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വ്യൂവിൽ കഴിഞ്ഞിട്ട് ഒരു 10 ബട്ടൺ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സ്ക്രോൾ ചെയ്യണം. കുറച്ച് സ്ക്രീനിൻ്റെ വിഡ്ത്തിനും ഹൈറ്റിനൊക്കെ അനുസരിച്ചായിരിക്കും ബട്ടൺസ് കാണിക്കാം. അപ്പോൾ താഴെയല്ല സ്ക്രോൾ ചെയ്ത് കണ്ട് നമുക്ക് കാണേണ്ടി വരും. അടുത്ത കേസിൽ നമ്മൾ സ്ക്രോൾ വ്യൂ ആണ്. സ്ക്രോൾ വ്യൂ എങ്ങനെ നോക്കാം. സ്ക്രോൾ വ്യൂ ഒന്ന് ആഡ് ചെയ്യാം. വിഡ്ത്ത് മച്ച് പാരൻ്റ് നമ്മൾ വിഡ്ത്ത് സ്ക്രീനിൻ്റെ വിഡ്ത്തിനെ മൊത്തം എടുക്കുന്നതാണ്. ഹൈറ്റും മച്ച് പാരൻ്റ് ചെയ്യാം. സ്ക്രീനിൻ്റെ മൊത്തം ഹൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലൊരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇത് കാരണം ഇത് ഞാൻ താഴോട്ടാണ്
ലിസ്റ്റ് ചെയ്യുന്നത് വെർട്ടിക്കലാണ്. അപ്പോൾ ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് ലീനിയർ ലേഔട്ടാണ്. ലീനിയർ ലേഔട്ടാണെങ്കിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലീനിയർ ലേഔട്ടാണ് യൂസ് ചെയ്യുന്നത്. മച്ച് പേരുണ്ട്, ഇനി അതിൻ്റെ ഉള്ളിലാണ് വ്യൂസ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓറിയൻറ്റേഷൻ ഞാൻ ഹൊറിസോണ്ടലാക്കാണ്. സോറി, വെർട്ടിക്കലാണ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ആഡ് ചെയ്യാണ്. ഇവിടെ ബട്ടണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വ്യൂ ആഡ് ചെയ്യാം. ടെക്സ്റ്റ് സ്ട്രിങ്ങിൽ ആഡ് ചെയ്ത് വെച്ചിട്ടില്ല. സാമ്പിൾ 2 എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് മാർജിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു വ്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ തന്നെ കോപ്പി എടുത്തിട്ട് ഒരു രണ്ടാമത്തെ വ്യൂ ആഡ് ചെയ്ത് മൂന്നാമത്തെ വ്യൂ ആഡ് അപ്പോൾ ഇത് താഴെയായിപ്പോയി. ഇപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിയാൻ പറ്റും. സ്ക്രോൾ ചെയ്താണ്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന കാണില്ലേ, അതിൻ്റെ ഡോട്ടായിട്ട് നമുക്ക് ലൈൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് പോകണമെങ്കിൽ ആ സ്റ്റാർട്ടിങ്ങിലാണ്. പിന്നെ ഇത് എൻഡിങ്ങിൽ നമുക്ക് സ്ക്രോൾ ചെയ്തോട്ടെ. ഇങ്ങനെയാണ് നമ്മൾ സ്ക്രോൾ വ്യൂ യൂസ് ചെയ്യുന്നത്. ലിസ്റ്റ് വ്യൂ ഇതുപോലെ തന്നെയാണ്, പക്ഷേ ലിസ്റ്റ് വ്യൂ ഇങ്ങനെ സ്ക്രോൾ വ്യൂ ആഡ് ചെയ്യേണ്ട. ഇത് നമുക്ക് സ്ക്രോൾ വ്യൂ 2 ടൈപ്പ് ഉണ്ട്. ഇത് വെർട്ടിക്കലി നമ്മൾ ഇങ്ങനെയാണ് സ്ക്രോൾ ചെയ്യുന്നത്. ഇനി ഹൊറിസോണ്ടൽ സ്ക്രോൾ ചെയ്യാനുള്ളൊരു സ്ക്രോൾ വ്യൂ കൂടിയുണ്ട്. അതങ്ങനെ യൂസ് ചെയ്ത് നോക്കാം. ഈ സ്ക്രോൾ വ്യൂ റിമൂവ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ സ്ക്രോൾ വ്യൂ ആണ് വ്യൂ ആഡ് ചെയ്യാം. ഹൊറിസോണ്ടൽ സ്ക്രോൾ വ്യൂ ആഡ് ചെയ്ത് നമുക്കിത് ഇങ്ങനെയാണ് സ്ക്രോൾ ചെയ്യുന്നത്. ഈ കേസിൽ നമ്മൾ ഓറിയൻറ്റേഷൻ ചെയ്തിട്ടുള്ളത് ലീനിയർ ഓറിയൻറ്റേഷൻ ചെയ്തിട്ടുള്ളത് വെർട്ടിക്കലിയാണ്. ലീനിയർ ലേഔട്ടിൽ നമ്മൾ ഹൊറിസോണ്ടലാക്കാണ്. ഇപ്പോൾ ഞാനിത് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വ്യൂ ഇവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞും മൂന്നാമത്തെ വ്യൂ ഇവിടെ വന്ന് ഇങ്ങനെയാണ് വരുന്നത്. Subscribe.